എന്നും മധുരക്കിഴങ്ങ് മേടിച്ചാലേ നമ്മൾ പുഴുങ്ങിയല്ലേ കഴിക്കാറ്. അപ്പം നമുക്ക് തോന്നി ഇന്നൊരു പുതിയ ഡിഷ് ഉണ്ടാക്കാമെന്ന്. അതിന് വേണ്ടിയിട്ട് സ്വീറ്റ് പൊട്ടാറ്റോ നല്ല വൃത്തിയായി കഴുകിയിട്ട് ഒരു പാത്രത്തിൽ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് വേവിച്ചു. അതിന് ശേഷം പ്ലേറ്റിലേക്ക് ഈ സ്വീറ്റ് പൊട്ടാറ്റോൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തു. എന്നിട്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ച് നമ്മൾ ഉടച്ചെടുത്തു. ഒരു മിക്സിയുടെ ജാറിൽ ഒരു മുട്ടയും കുറച്ച് റവയും കുറച്ച് തേങ്ങയും ഇട്ട് നന്നായിട്ട് അരച്ചു കൊണ്ടുവന്നു. തേങ്ങ എത്ര ഇട്ടാലും നല്ലതാണ്. ഞാനൊരു കുറച്ച് തേങ്ങയാണ് ഇട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് അരച്ചു കൊണ്ടുവന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി. അതിന് ശേഷം നമ്മൾ കുറച്ച് ഏലക്കാപ്പൊടി ഇതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി. ഏലക്കായുടെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ എനിക്കിഷ്ടമാണ്. പിന്നെ അതുകൊണ്ട് പാലൊഴിച്ചിട്ടാണ് നമ്മൾ ഈ ബാറ്ററി ലൂസാക്കിയത്. പാലൊഴിച്ചാൽ പാല് നല്ല സോഫ്റ്റും ആയിരിക്കും, നല്ല ടേസ്റ്റും ഉണ്ടാവുമല്ലോ. പിന്നെ കുറച്ച് ജീരകപ്പൊടി ഇട്ടിട്ട് നമ്മൾ നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് ഒരു ലൂസാക്കി ഒരു ഇഡ്ഡലി മാവിൻ്റെ പാകം പോലെ നമ്മൾ ആക്കിയെടുത്തു. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ തേനാണ് ചേർത്തത്, പഞ്ചസാര ചേർക്കാറില്ല. അങ്ങനെ മധുരത്തിന് വേണ്ടിയിട്ട് തേൻ ചേർത്തിട്ട് നമ്മൾ നന്നായി ഇളക്കി കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ഈ ബാറ്റർ ഇട്ടു. കാഷ്നട്ട് മുന്തിരി ഇട്ട് മൂടി വെച്ച് വേവിച്ചു. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് തരാനും മറക്കരുത്. ഇഷ്ടപ്പെടുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നു.